أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. صدق الله العلي العظيم. ഒന്നുകൂടെ നോക്കിക്കോളൂട്ടാ. والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. നമ്മളിപ്പോ 10 മുതൽ 26 സൂറത്തുൽ വാഖിയയിലെ 10 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നേരിട്ട് ഇതിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. സാബിഖൂന സാബിഖൂൻ. സബഖ എന്ന് പറഞ്ഞാൽ എന്താ? സബഖ. മുസാബക്ക എന്ന് കേട്ടിട്ടുണ്ടോ? മുസാബക്ക കേട്ടിട്ടുണ്ടോ? മുസാബക്ക എന്ന് പറഞ്ഞാൽ മത്സരം അല്ലെ? സബക്ക വെറും സബക്ക എന്നുള്ള പദത്തിൽ നിന്നാണ് അതിന്റെ ശരിക്കുള്ള മാളിയായ ഫെയില്, അതായത് ഭൂതകാല ക്രിയ. സബക്ക എന്ന് പറഞ്ഞാൽ മുൻകടന്നു എന്നാണ് അർത്ഥം. പക്ഷെ അത് സാബക്ക എന്ന് പറയുമ്പോ പരസ്പരം മുൻകടക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് മത്സരം. സാബക്ക. ഇവിടെ അസാബിഖ് എന്ന് പറയുന്നത് അതിന്റെ ഇസ്മു ഫായിലാണ്, മുൻകടന്ന ആള്. അതിന്റെ ബഹുവചനമാണ് അസാബിഖൂൻ, മുൻകടന്ന ആളുകൾ, ഏറ്റവും മുൻപന്തിയിലെത്തിയ ആളുകൾ. അപ്പൊ മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ. 2 വിഭാഗത്തെ കുറിച്ച് തൊട്ടു മുമ്പ് പരാമർശിച്ചു. അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാര്. അസ്ഹാബുൽ മഷ്അമത്തി മാ അസ്ഹാബുൽ മഷ്അമ, ഇടതുപക്ഷക്കാരെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇവിടെ മുൻകടന്ന ആളുകളെ കുറിച്ച്, മുമ്പന്മാരെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും ഇവിടെ ഭാഷാപരമായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതിപ്പോ അറബി കുറച്ചൊക്കെ ഗ്രാമർ അറിയുന്ന ആളുകൾക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. കാരണം അസാബിഖൂൻ എന്ന് പറഞ്ഞാല് മുബത്തതയാണ് അറബിയില്. മുബത്തത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷില് സബ്ജക്ട് പ്രെഡിക്കേറ്റ് എന്ന് പറയൂലേ, അതായത് ഒരു കർത്താവ് വന്നു കഴിഞ്ഞാൽ കർത്താവിനെ വിശേഷിപ്പിക്കുന്ന ഒരു സംഗതി. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അസാബിഖൂൻ, മുൻകടന്ന ആളുകള് എന്ന് പറയുമ്പോൾ തൊട്ടുടനെ വരേണ്ടത് ഒരു പ്രെഡിക്കേറ്റാ വരണ്ട. അവര്
അവരെ കുറിച്ചൊരു വിശേഷണമാണ് വരേണ്ടത്. പക്ഷെ അതിന് പകരം അത് തന്നെ ആവർത്തിച്ചിരിക്കണം. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, മുമ്പന്മാർ, അവര് മുമ്പന്മാര് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ശരിക്കും അത് അറബി ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ പറയേണ്ടിയിരുന്നത് അസ്സാബിഖൂൻ ഹും അസ്സാബിഖൂൻ എന്നൊരു ഹും അവിടെ വിട്ടുപോയിട്ടുണ്ട്. അത് ഭാഷയില് ബലാഗ എന്നാണ് പറയാം. അതായത് സാഹിത്യം പ്രയോഗിക്കുമ്പോൾ ഇത്തരം ചില ഒമിഷൻസ് ഉണ്ടാവും, ചിലത് വിട്ടുകളയും. മനസ്സിലായോ? അങ്ങനെയും പറയും. സബക്ക കഴിഞ്ഞുപോയി, മുമ്പ് കഴിഞ്ഞു പോയതിനും സബക്ക. സാബിഖ് അൽ ആം സാബിഖ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ, പ്രീവിയസ് ഇയർ എന്നുള്ള അർത്ഥത്തിൽ പറയും കേട്ടാ, പ്രീവിയസ് ഇയർ. അപ്പോ ഇവിടെ അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്ന് പറയുമ്പോ മുൻകടന്ന ആളുകൾ അവര് മുൻകടന്ന ആളുകൾ തന്നെയാണ്. ഇഫക്റ്റീവ്ലി അവിടെ പറയേണ്ടിരുന്നത് അസ്സാബിഖൂന ഹുമുസ് സാബിഖൂൻ എന്നാണ്. പക്ഷെ അതിന് പകരം ആ ഹും അവിടെ വിട്ടുകളഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം അതൊരു സാഹിതീയ പ്രയോഗമാണ്, അല്ലെ? ഒരു സാഹിത്യ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഹും എന്നുള്ള പദം അവിടെ വിട്ടുകളഞ്ഞത്. അപ്പൊ അസ്സാബിഖൂൻ മുൻകടന്ന ആളുകള്, അസ്സാബിഖൂൻ അവര് മുൻകടന്നവർ തന്നെയാണ്, എന്നുള്ളത്. അത് നമ്മളിപ്പോ മലയാളത്തിലും പറയുമല്ലോ. അവൻ ആരാന്നറിയോ? അവൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പറയൂലേ അവൻ. അവന്റെ കാര്യം, അവൻ എന്തൊരു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും അത് റിപ്പീറ്റ് ചെയ്ത് പറയില്ലേ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗമാണ്. ഇപ്പോ മുഹമ്മദ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തില് ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ്. അതൊരു ഭാഷാപരമായിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടാ. ഉലായിക്കൽ മുഖറബൂൻ, അവര് മുഖറബീങ്ങളാണ്. മുഖറബീങ്ങള് നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലെ? മലയാളത്തിൽ തന്നെ പേര് കേട്ടൊരു പദമായിട്ട് മാറിയിട്ട് മുഖറബീങ്ങളായിട്ട് മലായിക്കത്ത് എന്നൊക്കെ കേൾക്കാറില്ലേ? ഖറുബ യഖ്റബു എന്ന പദമാണ് അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ അടുത്തു, കുർബത്ത്. ബന്ധുക്കൾക്ക് പറയും കരീബ് എന്ന് പറയും, തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് കരീബ് എന്ന് പറയും. ഇവിടെ മുഖറബ്, അതായത് മുഖറബ് എന്ന് പറഞ്ഞാൽ തഖരീബ്. ശരിക്ക് മുൻകടന്ന ആളുകൾ അല്ലെങ്കിൽ സാമീപ്യം സിദ്ധിച്ച ആളുകൾ, വളരെ അടുത്തുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നുകിൽ കരീബ് എന്ന് പറഞ്ഞാൽ മതി, ഉലായിക്ക കരീബൂൻ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഉലായിക്ക മുഖറബൂൻ എന്ന് പറഞ്ഞാലും മതി. പക്ഷെ മുഖറബ് എന്ന് പറഞ്ഞതിന് ഒരു വേറൊരു അർത്ഥമുണ്ട്. എന്താ വെച്ചാല് തഖരീബ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് മുഖറബ് വന്നത്. അതിന്റെ അർത്ഥം പതുക്കെ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നാണ്. പതുക്കെ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ക്രമേണ ഗ്രാജുവലി അവര് അള്ളാഹുവിനോട്, ദൈവത്തോട് അടുത്ത് കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ലിഫ്റ്റ്, നമ്മളിപ്പോ ഇപ്പോഴത്തേക്ക് ലിഫ്റ്റ് എങ്ങനെയാ? ഇപ്പോഴത്തേക്ക് നമ്മളുടെ വളരെ ഈ ആധുനിക ബിൽഡിങ്ങിലൊക്കെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് നമ്മൾ അറിയാതെ അങ്ങോട്ട് മുകളിലേക്ക് എത്തും, അല്ലെ? അത് 100 ഫ്ലോറൊക്കെ കയറിപ്പോണതിന് സെക്കൻഡുകൾ മതി. പക്ഷെ പണ്ടത്തെ ലിഫ്റ്റോ ചില ബിൽഡിങ്ങുകളിൽ ഇപ്പോഴും ഉണ്ടാവും, അല്ല? ഈ ചെറിയ ഗ്ലാസ് ഒക്കെ വെച്ച ലിഫ്റ്റ്, അതെങ്ങനെയാ പോവാ? അതിങ്ങനെ ഓരോ ഫ്ലോറിലും നമുക്ക് കാണാൻ പറ്റും, ഓരോ ഫ്ലോറ്, അല്ലെ? പതുക്കെ പതുക്കെയാണ് പോവാ. ശരിക്കും മുഖറബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അടുക്കുന്ന ആളുകളെ കുറിച്ചാണ്. കരീബ് പെട്ടെന്ന്, മുഖറബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്ത്. അപ്പൊ എന്തിനാണ് ഈ സാബിഖ്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഈ മുഖറബൂൻ എന്ന പദം പ്രയോഗിച്ചതെന്ന് ചോദിച്ചാൽ, അവർക്ക് കാണാൻ പറ്റും അള്ളാഹുവിനുമായിട്ട് ഞങ്ങൾ അടുക്കുന്നതിന്റെ പ്രതിഫലങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അവർക്ക് കാണാൻ പറ്റും. ഓരോരോ ദർജ ഇങ്ങനെ കൂട്ടിയാണ് അള്ളാഹു അവർക്ക് കൊടുക്കുക. ഇപ്പൊ സ്വർഗത്തില് അവരുടെ സാമീപ്യം പറയുമ്പോൾ അള്ളാഹുവിനോട് അടുത്തടുത്ത് ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും അവർ അടുത്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ അവർക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ അനുഗ്രഹങ്ങൾ ഇറ്റ് നെവർ സ്റ്റോപ്സ്. അതാണ് ആ ഒരൊറ്റ പദത്തിൽ നിന്ന് മനസ്സിലാകുന്ന അർത്ഥം. അതാണ് ഉലായിക്കൽ മുഖറബൂൻ, അവർ ദൈവ സാമീപ്യം ക്രമാനുഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവര്. ഫി ജന്നാത്തിൻ നഈം, അവര് എവിടെയായിരിക്കും? ജന്നാത്ത് എന്ന് പറഞ്ഞാലോ ആരാമങ്ങളിൽ, തോട്ടങ്ങളിലായിരിക്കും. നഈം, അനുഗ്രഹത്തിന്റെ, അല്ലെ? അനുഗ്രഹത്തിന്റെ തോട്ടങ്ങളിലായിരിക്കും അവര്. ആ തോട്ടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് അനുഗ്രഹത്തിന്റെ തോട്ടമായിരിക്കും. അതിൻ്റെ അകത്ത്
മറ്റ് ഈ തോട്ടങ്ങളെ പരിപാലിക്കേണ്ട ആവശ്യമില്ല, അതില് ജലസേചനത്തിന്റെ പ്രശ്നമില്ല, അത് പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ സംരക്ഷിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അവർക്ക് നിരന്തരം അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിലായിരിക്കും അവർ. ഫി ജന്നാത്തിൻ നഈം. പിന്നെ പറയുന്ന സുല്ലത്തും മിനൽ അവ്വലീൻ. ഈ മുൻഗാമികളിൽപ്പെട്ട ആളുകൾ, അതായത് അല്ല ഈ സാബിഖ്യങ്ങളിൽ മുൻകടന്ന ആളുകളിൽ ശരിക്ക് ആരാണ് ഉൾപ്പെടുക? സുല്ലത്തുൻ, ഒരു വലിയ സംഘം ഉണ്ടാവും. മിനൽ അവ്വലീൻ, മുൻഗാമികളിൽപ്പെട്ട ഒരു വലിയ സംഘം ഉണ്ടാവും. സുല്ലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ പിന്നെ പഞ്ഞിക്കെട്ടുണ്ടല്ലോ, വലിയ പഞ്ഞിക്കെട്ടിനാണ് ശരിക്കും സുല്ലത്ത് എന്ന് അറബി ഭാഷയിൽ അത് പറയാ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുൻഗാമികളിൽപ്പെട്ട ഒരു വലിയ സംഘം ഈ സാബിഖ്യങ്ങളിൽപ്പെട്ടതായിരിക്കും. ഖലീലും മിനൽ ആഖിരീൻ. പക്ഷെ പിൻഗാമികളിലോ വളരെ കുറഞ്ഞ ആളുകളെ ഇതിൽപ്പെട്ട ഈ സാബിഖ്യങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടാവുള്ളൂ. ശരിക്കും അതുകൊണ്ട് പല അർത്ഥങ്ങൾ പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ തലമുറ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തലമുറ വരെയുള്ള തലമുറകളൊക്കെ മുൻഗാമികളിൽപ്പെട്ടതാണ്. അതിനുശേഷം വരുന്ന ഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞ പ്രവാചകന് ശേഷം വന്ന തലമുറകളിൽപ്പെട്ട വളരെ കുറഞ്ഞ ആളുകളെ എന്തിലുണ്ടാവുള്ളൂ? ഈ സാബിഖ്യങ്ങളിൽ ഉണ്ടാവുള്ളൂ എന്നാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒരു വിശദീകരണം, നബിയുടെ കാലത്ത് ഉള്ള ആളുകളൊക്കെ എന്താണ്? മുൻഗാമികളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളവരൊക്കെ മുൻഗാമികൾ, അതിനുശേഷം വന്നവരൊക്കെ എന്താണ്? പിൻഗാമികളാണ്. അത് രണ്ടാമത്തെ ഒരു വിശദീകരണം. മൂന്നാമത്തെ ഒരു വിശദീകരണം എന്താ ചോദിച്ചാൽ അതിൽ ചോദിച്ചോ? ഇല്ല. ഓക്കെ. മൂന്നാമത്തെ ഒരു വിശദീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മുൻഗാമികളും പിൻഗാമികളും ഉണ്ടായിട്ടുണ്ട്. അതായത് ആദ്യം ഇസ്ലാമിൽ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിനെ കുറിച്ച് ആദ്യം പറഞ്ഞ ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇസ്ലാമിൽ വന്ന ഒരുപാട് ആളുകൾ ഈ സാബിഖ്യങ്ങളിൽപ്പെട്ടതാണ്. അതിനുശേഷം പിന്നെ മദീനയിലൊക്കെ ഇസ്ലാം വിജയിച്ചതിന് ശേഷം വന്ന ആളുകള് അവര് ആഖിരീങ്ങളിൽപ്പെട്ടതാണ്, പിൻഗാമികൾ. ഇത് കൂടാതെ പൊതുവായിട്ടൊരു വിശേഷണം പറയുന്നത്, ഈ മൂന്ന് വിശദീകരണം വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഈ അവ്വലീങ്ങളും ആഖിരീങ്ങളും എല്ലാ കാലത്തും ഉണ്ടാവും. എല്ലാ കാലത്തും ഉണ്ടാവും. അതായത് എങ്ങനെയാ? പിന്നെ ഒരു കാലം, ഒരു തലമുറയില് കുറച്ച് ആളുകൾ എന്താവും? സാബിഖ്യങ്ങളിൽ പെട്ടിട്ടുണ്ടാവും. 1% എന്ന് പറഞ്ഞാൽ തന്നെ, അതായത് മൊത്തം മുസ്ലിം സമുദായത്തിന് ഇപ്പൊ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ 1% എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേരില്ലേ? അവരെന്തിൽപ്പെടും? അവ്വലീങ്ങളിൽപ്പെടും. ഒരു കുറഞ്ഞ ആളുകൾ ആഖിരീങ്ങളിലും പെടും. അപ്പോ സാബിഖ്യങ്ങൾ തന്നെ ഈ എല്ലാ മുസ്ലിം സമുദായത്തിലും ഉണ്ടാവും, എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചു പോരുന്ന മുസ്ലിം സമുദായത്തിലുണ്ടാവും. പക്ഷെ അവ്വലീങ്ങൾ കുറച്ച് അധികം ഉണ്ടാവും, ആഖിരീങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ ആലോചിച്ച് നോക്കിയേ, ഹജ്ജിന് പോകുമ്പോ ആ കണക്കെടുത്ത് നോക്കിയാൽ നമ്മള് ഹജ്ജിന് പോരുന്നവര് എല്ലാ വർഷവും എത്ര ഉണ്ടാവും? ലോക മുസ്ലിങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ചെറിയൊരു ശതമാനം ഉണ്ടാവുള്ളൂ, അല്ലെ? 1% പോലും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോഴോ, ഹജ്ജിന് നമ്മൾ ചെന്ന് നോക്കുമ്പോഴോ എന്തോരാളുകളാ, അല്ലെ? ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും ഈ സാബിഖ്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടാവും, പിൻഗാമികളുടെ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ടാവുള്ളൂ. എന്തായാലും അതിന്റെ ഉദ്ദേശം സാബിഖ്യങ്ങളിൽ പെടാൻ നല്ല മത്സരം തന്നെ വേണ്ടി വരും. നമുക്കത് പ്രാപ്യമാണ്, നേടാൻ പറ്റും. അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്രമാത്രം മുന്നേറാൻ പറ്റും, അതിനാരെങ്കിലും നമ്മളെ തടയോ? ഞാനിപ്പോ സാബിഖ്യങ്ങളിൽ പെടണം എന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് മുന്നേറാൻ ഏതെങ്കിലും തടസ്സമുണ്ടോ? വഫീ ദാലിക ഫൽയതനാഫസിൽ മുത്തനാഫിസൂൻ എന്നല്ലേ അള്ളാഹ് പറഞ്ഞിരിക്കണം. ഈ വിഷയത്തിലാണ് നിങ്ങൾ മത്സരിക്കേണ്ടതെന്നല്ലേ പറഞ്ഞിരിക്കണം. അപ്പോ ഇത് നിരാശപ്പെടുത്തുന്ന വാക്കല്ല, മറിച്ച് ഇത് പ്രോത്സാഹിപ്പിക്കുന്ന വാക്കാണ്. വളരെ കുറഞ്ഞ ആളുകളെ ഇതിൽ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൽ നമുക്ക് പെടാൻ സാധിക്കും ചേട്ടാ. അപ്പൊ സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഒരുപാട് പേരുണ്ടാവും. ഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ കുറച്ച് പേരാണ് ഉണ്ടാവുക. പിന്നെ അവരുടെ അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നത് അലാ സുറൂറിൻ മൗലൂന. സുറൂർ എന്ന് പറഞ്ഞ ശരീറിന്റെ ജമ്മാണ്. ശരീർ എന്ന് പറഞ്ഞ എന്താ? കട്ടില്. ശരീർ, അതിന്റെ ജമ്മാണ് സുറൂർ. കട്ടിലുകളിൽ അവരുണ്ടാവും.
മൗലൂന. മൗലൂന എന്ന് പറഞ്ഞാല് ഈ സ്വർണത്തിന്റെ നൂല് കൊണ്ട് മെടഞ്ഞെടുത്ത കട്ടില് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ രത്നങ്ങൾ പതിപ്പിച്ച കട്ടിലെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനത്തെ കട്ടിലിൽ കിടന്ന ചിലപ്പോൾ ഉറക്കം വരൂല അല്ലെ. കാരണം എന്താ, ഇതാരെ പൊക്കിക്കൊണ്ടുപോകണമെന്നുള്ള പേടിയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഒന്നത്. രണ്ടാമത്തത് അതിന് മാത്രം പണമുള്ളവനെ ഇപ്പം അത് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവനിപ്പോ അത് ഉണ്ടാക്കിയിട്ടിട്ട് തന്നെ ഉറക്കം കിട്ടിക്കൊള്ളൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല അല്ലെ. ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞില്ലേ. നമ്മള് 10-30 ഇഞ്ച് കനമുള്ള ബെഡിൽ കിടന്നാലും ഒരു താഴെ പായിട്ട് കിടന്നാലും ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ് അല്ലെ. ആർക്കാണോ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അവനാണ് കൂടുതൽ സൗഭാഗ്യവാൻ. ഒരു പക്ഷെ നല്ല മെത്തയില് പതുപതുത്ത മെത്തയിൽ കിടക്കുന്നവന് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ പരുപരുത്ത പായിൽ കിടക്കുന്നവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ആരാ ഏറ്റവും ഭാഗ്യവാൻ? ഉറങ്ങിപ്പോയ ആളാണ്. കാരണം ഉറക്കം കിട്ടാതെ വരുന്നവൻ അവനേക്കാളും വലിയ നിർഭാഗ്യവൻ വേറെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഈ നമ്മൾ ഇത്തരം അനുഗ്രഹങ്ങളെ ഭൂമിയിൽ നമുക്ക് അത്തരം പല അനുഗ്രഹങ്ങളും ഒരു പക്ഷെ ലഭിച്ചോളണമെന്നില്ല. പക്ഷെ എല്ലാവർക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതിന്റെ ആഡംബരങ്ങളുടെ ഏറ്റവും ടോപ്പിലാണ് അത് എന്തുണ്ടാവുക, സ്വർഗത്തിലുണ്ടാവുക. അതുകൊണ്ടാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫീഹ മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വമാ ഖതറ ബിബാലി ബശരിൻ മിൻകും. നിങ്ങളുടെ കണ്ണുകൾ കാണാത്ത, ചെവികൾ കേൾക്കാത്ത, ഒരു മനസ്സിലും തോന്നാത്ത അത്ര അനുഗ്രഹങ്ങൾ സ്വർഗത്തിലുണ്ടാവും. ഇവിടെ പറയുന്നതൊക്കെ വളരെ ചെറിയ ചെറിയ വാചകങ്ങളിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്വർണ്ണ നൂലുകൊണ്ട് മെടഞ്ഞെടുത്ത കട്ടിലുകളിൽ ഈ സാബഹീങ്ങൾ എന്തുണ്ടാവും? ഇരിപ്പുണ്ടാവും. മുത്തഖിഈന, അവരവിടെ ചാരിയിരിക്കും. അലൈഹ, ആ കട്ടിലുകളിൽ അവര് ചാരിയിരിക്കും. മുത്തഖാബിലീൻ, പരസ്പര അഭിമുഖമായിട്ട്, ഫേസ് ടു ഫേസ്. തഖാബല എന്ന് പറഞ്ഞാല് ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുക. നമ്മള് ഇവിടെ മുക്കാബല എന്ന് പറയും അറബിയിൽ ഇന്റർവ്യൂവിന് മുക്കാബല എന്ന് പറയും. കാരണം ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഫേസ് ടു ഫേസ് ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം പറയുകയും ചെയ്യുന്ന സംഗതിയാണല്ലോ. അപ്പൊ ഇവിടെ സ്വർഗത്തിൽ ഈ സാവഹ്യങ്ങള് സ്വർണ്ണ നൂലുകൊണ്ട് മെനഞ്ഞെടുത്ത കട്ടിലുകളിൽ ചാരിയിരിക്കുകയും മുത്തഖിഈൻ അലൈഹ മുത്തഖാബിലീൻ, അവർ പരസ്പരം അഭിമുഖമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 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 എന്താ പറയാ, ഒരു വറീസ്, ഒരു സങ്കടത്തിനും സ്ഥാനമില്ല. ചാരിയിരിക്കുക, അഭിമുഖമായിരിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയെ കുറിക്കല്ലേ. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, റിലാക്സ്ഡ് ആണ് അവിടെ. നമുക്കൊരു ടെൻഷനില്ല, ബിസി ഇല്ല. ഇത് കഴിഞ്ഞിപ്പോ എന്ത് ചെയ്യണം, അടുത്തെന്താ, അങ്ങനത്തെ ഒരു ടെൻഷനില്ല. നാളെ എന്താവും, ഭാവി എന്താവും, കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ദുഃഖമില്ല, വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള സങ്കടങ്ങളില്ല. ഇതൊന്നുമില്ലാത്ത, ഉത്കണ്ഠകളില്ലാത്ത, ആവലാദികളോ വേവലാദികളോ പരാതികളോ ഇല്ലാത്ത റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ശാരീരത്തിനാണ് മുത്തഖിഈൻ എന്ന് പറയാം കേട്ടാ. അലൈഹ മുത്തഖാബിലീൻ. പിന്നെ പറയുന്നത് യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. യതൂഫ് എന്നുള്ള തവാഫ് എന്ന് കേട്ടല്ലേ നമ്മള്. അപ്പൊ അത് വേഗം തിരിയും. തവാഫ് എന്താ? ചുറ്റ. താഫ എന്ന് പറഞ്ഞാലാണ് ചുറ്റി. താഫ യതൂഫു, ചുറ്റും, അവയ്ക്കിങ്ങനെ ചുറ്റും. യതൂഫു അലൈഹിം, അവർക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. വിൽദാനുൻ മുഖല്ലദൂൻ, നിത്യബാലന്മാര്. വിൽദാൻ എന്ന് പറഞ്ഞാൽ വലതിന്റെ മറ്റൊരു ജം ആണ് വിൽദാന്. ജമ്മു കെസറത്ത് എന്ന് അതിനെ പറയാം. ഒരുപാട് ബാലന്മാര് അവർക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മുഖല്ലദൂൻ, ഖാലിദീന ഫീഹ, കേട്ടല്ലേ? ഖാലിദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ശാശ്വതമായിട്ട്. അതായത് ഒരിക്കലും ബാല്യം എന്നത് അവരെ വിട്ടുപോകൂല. നിത്യബാലന്മാരായിരിക്കും അവര്. ആ ബാലന്മാർ അവരെങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. എങ്ങനെയാ ചുറ്റുക? ബി അക്വാബിൻ, കപ്പുകൾ കൊണ്ട്. അബാരീഖ, അബാരീഖും കപ്പ് തന്നെയാണ്. കഅസിൻ, കഅസും കപ്പ് തന്നെയാണ്. മിൻ മഈൻ, ശുദ്ധ ഉറവിൽ. അപ്പൊ പക്ഷെ ഈ കപ്പുകൾക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അക്വാബ്, അബാരീഖ്, കഅസ്, മൂന്നും
കപ്പിനെ കുറിക്കുന്ന പദമാണ്. പക്ഷെ അക്വാബ് എന്ന് പറഞ്ഞാല് പിടിയില്ലാത്ത കപ്പില്ലേ, വലിയ കപ്പ്, പിടിയില്ലാത്ത കപ്പില്ലേ, നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കപ്പിനാണ് എന്ത് പറയാ, കൂബ് എന്ന് പറയാം അറബിയില്. ഇബരീഖ്, ഇബരീഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കൂജ കേട്ടണ്ട, എങ്ങനത്തെ ഈ പറബികളുടെ ഒക്കെ മജ്ലിസില് നല്ല സുലൈമാനി ഒഴിച്ചു കൊടുക്കുന്ന ചെറിയ ഹോളുള്ള എന്നാൽ പിടിയുള്ള കപ്പില്ലേ, ചെറിയ ഹോള്, കൂജ എന്ന് പണ്ട് പറഞ്ഞ കേട്ടോ, കിണ്ടി എന്നൊക്കെ പറയണ, അതിനാണ്. അതെ, കറക്റ്റ്. ആ വെള്ളം ഒഴിക്കുന്ന ഭാഗം വളരെ ഇടുങ്ങിയതായിരിക്കും, പിടിയുണ്ടാവും. അത് തന്നെ കഹു ഒഴിക്കുന്ന ആ പാത്രത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതിനാണ് എന്ത് പറയാ, ഇബരീഖ്. ഇബരീഖിന്റെ ജമ്മാണെന്ത്, അബാരി. കസ് എന്ന് പറഞ്ഞാല് നല്ല ഫുള്ളായിട്ട് നിറച്ച കപ്പ്. സാധാരണ മഗ് ഫുള്ളായിട്ട് നിറച്ചു കഴിഞ്ഞാൽ അതിനാണ് കസ് എന്ന് പറയാ. അപ്പോ വാക്കർത്ഥം നോക്കുകയാണെങ്കിൽ കൂബ് അക്വാബ്, ഇബരീഖ് അബാരീഖ്, കസ്, ഇതൊക്കെ എന്താണ്, കപ്പാണ്. പക്ഷെ അക്വാബ് എന്ന് പറയുമ്പോൾ പിടിയില്ലാത്ത വലിയ കപ്പ്, ഇബരീഖ് എന്ന് പറഞ്ഞാല് നല്ല ചെറിയ ഹോളുള്ള എന്നാൽ പിടിയുള്ള കൂജ പോലത്തെ കിണ്ടി പോലത്തെ കപ്പ്, കസ് എന്ന് പറഞ്ഞാല് വെള്ളം നിറച്ച കപ്പ്. ഇത്തരം കപ്പുകളുമായിട്ട് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള, ഇതൊക്കെ ഒരു പ്രതീകമായിട്ട് പറയാം കേട്ടോ. മിമ്മഈൻ, ശുദ്ധജല ഉറവ് ജലത്തിന്റെ കപ്പ്. മറ്റ് കപ്പുകളിൽ എന്താണ്, പലതരത്തിലുള്ള ജലം, പലതരത്തിലുള്ള പാനീയങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. മദ്യം അടക്കം, മദ്യം, കള്ളോ, സ്വർഗത്തിലോ ഉണ്ടാവും. പക്ഷെ അതിന്റെ പ്രത്യേകത അതിന് ശേഷം പറയുന്നുണ്ട്, ലാ യുസദ്ദഊന അൻഹ, അതിൽ നിന്ന് അവർക്ക് തലവേദന ബാധിക്കില്ല. സുദാ എന്ന് പറഞ്ഞാൽ എന്താ, സുദാ അറബിയില് സുദാ ആണ് തലവേദന. അതിൽ നിന്നാണ് ലാ യുസദ്ദഊന അൻഹ, ആ പാനീയങ്ങൾ മുഖേന അവർക്ക് തലവേദന ഉണ്ടാവില്ല. വലാ യുൻസിഫൂൻ, അവർക്ക് ലഹരി ബാധിക്കുകയില്ല. ലഹരി ബാധിക്കുന്ന അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. എന്തിനാണ് ശരിക്ക് മദ്യം ആളുകൾ ഉപയോഗിക്കണ? മദ്യം എന്തിനാ ഉപയോഗിക്കണ? ലഹരി കിട്ടാൻ. എന്തിനാ ലഹരി? ലഹരി കിട്ടേണ്ട ആവശ്യം എന്തായിരിക്കണ? എല്ലാ റിയാലിറ്റിന്ന് ഒളിച്ചോടി പോവാ അല്ലെ? റിയാലിറ്റിന്ന് മാറിയിട്ട് ഒരു പ്രത്യേക മറ്റൊരു റിയാലിറ്റിയിലേക്ക് പോകണം. അതിനാണ് ആളുകൾ മദ്യം ഉപയോഗിക്കുക. മറ്റൊരു ലോകത്തേക്ക് പോയി. ഇപ്പൊ ഇപ്പോഴുള്ള ലോകം മറന്ന് വേറൊരു ലോകത്തേക്ക്. വാസ്തവത്തില് ഈ മദ്യം ഉപയോഗിച്ചവർ പറയുന്നത് അതിനത്ര ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാണ്. നമ്മളാരും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഉപയോഗിക്കുന്ന ആളുകളും അത് ഉപയോഗിച്ച ആളുകളൊക്കെ പറയുന്നത് അതിന് വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല. പലപ്പോഴും മൂക്ക് പൊത്തിയിട്ടൊക്കെ വേണം അത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കള്ളു കുടിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അത് മൂക്ക് പൊത്തിയിട്ട് വേണം കുടിക്കാൻ. ചാരായമൊക്കെ കേട്ടിട്ടില്ലേ? വാറ്റ് ചാരായമൊക്കെ എങ്ങനെയാ അത് കുടിക്കുക? അതിന്റെ അകത്ത് തേരട്ടേനെ പഴുതാരനെയൊക്കെ അവർ ഇടുന്ന പറയുന്ന അല്ലെ? ആസിഡും മറ്റേ ഡിസ്റ്റിൽഡ് വാട്ടറും ബാറ്ററിയും ഒക്കെ ഇട്ടിട്ടാണ് ഈ സാധനം ഉണ്ടാക്കണത്. എന്താ കാരണം? എന്താ? എന്നാലാണ് മത്ത് പിടിക്കുള്ളൂ, കിക്കാവുള്ളൂ. അപ്പോ ഒരു ടേസ്റ്റും ഇല്ലാത്ത ഈ സാധനം കുടിക്കണത് എന്തിനാ? ടേസ്റ്റ് ഇല്ലാതെ തന്നെ ഇത് അകത്താക്കുന്നതിന്റെ കാരണം എന്താ? അതുകൊണ്ട് ഇപ്പൊ ഈ സിനിമയിലൊക്കെ ഇത് കുടിക്കണ കാണുമ്പോ തന്നെ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ണടച്ചിട്ടാണ് അങ്ങോട്ട് ഇറക്കുക അല്ലെ? അത് ചിലപ്പോ നമ്മളത് ശ്രദ്ധിക്കേണ്ടി വരാറുണ്ട്. കാരണം എന്താ? ഇത് കുടിക്കാനൊരു ടേസ്റ്റ് ഇല്ല, പക്ഷെ എന്നാലും കുടിക്കുന്നത് ഈ റിയാലിറ്റിന്ന് മാറി മറ്റൊരു ലോകത്തേക്ക് പോകുന്നു. പക്ഷെ സ്വർഗത്തെ സംബന്ധിച്ച് അങ്ങനെ റിയാലിറ്റിന്ന് മാറേണ്ട ഒരു അവസ്ഥ ഇല്ലല്ലോ. റിയാലിറ്റിന്ന് മാറേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ എന്തിനാ നമ്മൾ റിയാലിറ്റി മാറ്റണം? ഇപ്പോ ഇഹലോകത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ അത് നിഷിദ്ധമാകിയത് കൊണ്ട് കുടിക്കുന്നില്ല. ഓക്കെ, നമ്മൾ കുടിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം തന്നെ നമുക്ക് വേറൊരു ഗുണം കൂടെ കിട്ടുന്നുണ്ട്. എന്താണ്? നമ്മൾ ഈ റിയാലിറ്റിയെ ഫേസ് ചെയ്യണം. ആ റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ പറ്റാത്തവരാണ് ഇതിന്റെ പിന്നാലെ പോകുന്നതും. അത് അവസാനം കുടിച്ചു കഴിയുമ്പോൾ അവർ ഓരോ കാണിച്ചു കൂട്ടുന്ന സംഗതികളൊക്കെ നമ്മൾ കാണുന്നു. ഈ അടുത്തിപ്പോ ഒരു മാധ്യമങ്ങളിൽ വന്ന ഒരു വീഡിയോ ക്ലിപ്പിൽ കണ്ട ഒരാള് ഒരു പെരുമ്പാമ്പിനെ എടുത്തിട്ട് സ്കൂട്ടറിന്റെ മുകളിൽ വെച്ചിട്ട് അതിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് അവർക്ക് ബുദ്ധി
സാധാരണ ബുദ്ധി മറഞ്ഞു പോകും. പിന്നീട് ഒരിക്കൽ അവരത് കാണുമ്പോൾ അവർക്ക് തന്നെ അതിനൊരു മോശമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് നല്ല നല്ല മാന്യന്മാർ വരെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണിത്. ഇവിടെ അള്ളാഹു പറയുന്നത് ഈ സ്വർഗത്തിലെ ഇത്തരം പാനീയങ്ങള്, വിവിധ തരത്തിലുള്ള പാനീയങ്ങൾ അത് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി മറയുകയോ തലവേദന എടുത്തിട്ട് കുടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മൂക്കുപൊത്തി ഇത് കുടിക്കേണ്ട ഒരു ആവശ്യം വരാത്തവണ്ണം നല്ല ശുദ്ധമായ വിവിധങ്ങളായിട്ടുള്ള രുചികരമായ ആസ്വാദ്യകരമായ പാനീയങ്ങൾ അവർക്ക് അവിടെ ലഭിക്കും. ബുദ്ധി മറക്കേണ്ട ആവശ്യമില്ല, തലവേദന കിട്ടേണ്ട ആവശ്യമില്ല. അങ്ങനത്താണ് ലാ യുസദ്ദഊന അൻഹ വല യുൻസിഫൂൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ഇനി വഫാക്കിഹത്ത് എങ്ങനെ നസഫ അൻസഫ. നസഫ എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ചവൻ, അൻസഫ ബാധിപ്പിച്ചു എന്നർത്ഥം. അതിനാണ് യുൻസിഫൂൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാനീയം കുടിച്ചുകൊണ്ട് അവർക്ക് ലഹരി ബാധിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നർത്ഥം. വഫാക്കിഹത്തിൻ അടുത്തത് എന്താണ്? ഫാക്കിഹത്ത് പഴങ്ങള്. ഫക്കഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് അറബിയിൽ ഫലിതം എന്നർത്ഥം. ഫലിതം ചിരിപ്പിക്കുന്നതെന്നർത്ഥം. പഴങ്ങൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദത്തെ കുറിക്കാനാണ് ആ പദം പഴങ്ങളെ കുറിക്കാൻ ഉപയോഗിച്ചത് കേട്ടാ. ഫാക്കിഹത്ത്. ഫുക്കാഹത്ത് എന്ന് പറയും ഫലിതത്തിന് അറബിയിൽ, ഫുക്കാഹത്ത്. അപ്പൊ ഇവിടെ ഫാക്കിഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ തരത്തിലുള്ള പഴങ്ങൾ. മിമ്മാ യതഖയ്യറൂൻ, അവർ തെരഞ്ഞെടുക്കുന്ന പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന പഴങ്ങൾ അവർക്ക് അവിടെ ലഭിക്കും. നമുക്കിവിടെ ഭൂമിയിൽ കുറെ നമ്മൾ കഴിച്ച പഴങ്ങളുണ്ട്, നമ്മൾ കഴിക്കാത്ത പഴങ്ങളുണ്ട്, നമ്മൾ കേട്ട് പരിചയിച്ച പഴങ്ങളുണ്ട്, വല്ലപ്പോഴൊക്കെ നമ്മൾ കഴിക്കുന്ന പഴങ്ങളുണ്ട് അല്ലെ. വളരെ നല്ല വിലയുള്ള പഴങ്ങളുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട പഴങ്ങൾ അല്ലെ. ഒരുപാട് വിലയുള്ള പഴങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ നിത്യോപയോഗത്തിന് അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഫലങ്ങളുണ്ട്. ഇപ്പൊ ആപ്പിള്, ഓറഞ്ച് പോലെ, മുന്തിരി പോലെ, പേരക്ക പോലെ, പഴം, ബനാന അങ്ങനത്തെ പോലത്തെ ഒക്കെ ഇഷ്ടം പോലെ പഴങ്ങൾ. അത് കൂടാതെ നമ്മൾ കേൾക്കാത്ത ഡ്രാഗൺ ഫ്രൂട്ട് എന്നോ പിന്നെന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ പലതരത്തിലുള്ള പഴങ്ങളുണ്ട്, നമ്മൾ കേൾക്കാത്തതും കേട്ടതുമായിട്ടുള്ള. അപ്പൊ ഇവിടെ സ്വർഗത്തില് ഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, നമുക്ക് തെരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ പഴങ്ങൾ അവിടെ ലഭിക്കും. അത് ഈ സാബിഖീങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, നല്ല ഷവർമ സാൻഡ്വിച്ച് അത് കിട്ടും. അത് ചില ഷവർമയുടെ അടുത്തു കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പറയുമ്പോ തന്നെ ഇപ്പൊ വായിൽ വെള്ളം വരുന്നുണ്ട് പലരും. എന്ന് പറഞ്ഞാൽ ഷവർമയുടെ അടുത്തു കൂടെ പോകുമ്പോ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അങ്ങനത്തെ മണമാണ് അത് അടിക്കുക. അപ്പോ ലഹ്മ് എന്ന് പറഞ്ഞാൽ എന്താ, മാംസം. ത്വയ്ർ പക്ഷി. മിമ്മാ യശ്തഹൂൻ, അവർ കൊതിക്കുന്ന, അവരുടെ വായിൽ വെള്ളമൂറുന്ന തരത്തിലുള്ള പക്ഷികളുടെ മാംസം. പക്ഷെ ഇപ്പോഴത്തെ ചിക്കൻ ഷവർമ കഴിച്ചാല് എന്താ ഉണ്ടാവുക? കാരണം ഈ ചിക്കനൊക്കെ ഒരുപാട് ബാക്ടീരിയയും ഇതൊക്കെ ഹോർമോണൊക്കെ കുത്തിവെച്ച ചിക്കനാണ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമുക്ക് അതിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മളത് കഴിച്ചു പോകണം. കഴിക്കല്ലാതെ നിവൃത്തിയില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്ന രീതി നമ്മൾ കാണുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുക എന്താ, പലപ്പോഴും നമ്മളിത് കഴിക്കൂല. പക്ഷെ അവിടുത്തെ പ്രത്യേകത, ഈ പക്ഷികളുടെ മാംസം പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട, നമ്മൾ ആഗ്രഹിക്കുന്ന ഒക്കെ കസ്റ്റമൈസ്ഡ് ആണ്. അവിടെ സ്വർഗത്തില് ഒക്കെ കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് അപ്പ പോയിട്ട് പിടിച്ച് അറുത്ത് തരുന്നു വേണ്ട, എല്ലാം റെഡിയാണ് അവിടെ. ലഹ്മി തൈരിൻ മിമ്മാ യശ്തഹൂൻ, ആഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട കാടയുടെ ഇറച്ചി വേണോ, ഒട്ടകപ്പക്ഷിയുടെ ഇറച്ചി വേണോ, എന്തിന്റെ ഇറച്ചി വേണോ, ഒക്കെ റെഡിയാണ് അവിടെ. അതൊക്കെ നമ്മൾ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ മതി, കൊതിച്ചാൽ മതി, അതവിടെ ലഭിക്കും. വഹൂറുൻ ഐൻ, നല്ല വെളുത്ത സുന്ദരികളായ തരുണികൾ. ഹൂറുൻ ഐൻ നമ്മൾ കഴിഞ്ഞ സൂറത്ത് റഹ്മാനിൽ അത് വിശദീകരിച്ചാണ്. ഐൻ എന്ന് പറഞ്ഞാല് നല്ല വിശാലമായ കണ്ണുകളുള്ള എന്നാണ്, വിശാലാക്ഷി എന്ന് പറയും അല്ലെ. എന്താണ്, കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. കണ്ണ് വിശാലമാകും തോറും സൗന്ദര്യം കൂടുമെന്നുള്ളതാണ്. അപ്പോ സ്വർഗത്തിലെ മറ്റൊരു അനുഗ്രഹം പറയുന്നതാണ്
ഹൂറികൾ ഉണ്ടാകും. ഹൗറ എന്നതിന്റെ ജമ്മാണ് ഹൂർ എന്നുള്ളത് നമ്മൾ പഠിച്ചു. വെളുത്ത സുന്ദരികളായ തരുണികൾ ഉണ്ടാവും. ഇതും അംസാലിൽ ലുഇൽ മക്നൂൻ, അംസാൽ അവരുടെ പ്രത്യേകത എന്താ? സൂക്ഷിക്കപ്പെട്ട മുത്തുപോലെയുള്ള, സൂക്ഷിക്കപ്പെട്ട, അതായത് നല്ല അടക്കം ചെയ്യപ്പെട്ട, ഇങ്ങനെ പൊതിഞ്ഞു വെച്ച മുത്തുകൾ അല്ലെ. മുത്തുകൾക്ക് നല്ല വിലയുണ്ട്. കാരണം എന്താ? മുത്തുകൾക്ക് വില ഉണ്ടാവാൻ കാരണം എന്താ? വളരെ അപൂർവമായിരിക്കും അല്ലെ. അപൂർവമായിരിക്കും. മാത്രമല്ല അത് കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പല തരത്തിലുള്ള ഷെല്ലൊക്കെ പൊട്ടിച്ചിട്ട് കിട്ടുന്ന മുത്തുകൾക്കും പവിഴങ്ങൾക്കും നല്ല വില ഉണ്ടാവും. ഇതുപോലെ എന്ന് പറഞ്ഞാൽ വളരെ പരിശുദ്ധകളായിട്ടുള്ള, ഇതുവരെ ആരും, നമ്മൾ സൂറത്ത് റഹ്മാനിൽ പഠിച്ചു, ലം യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ, അവർക്ക് മുമ്പ് ഒരു ഇൻസോ മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ലാത്ത അങ്ങനത്തെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ് ഉണ്ടാവുക എന്ന് പറയുന്നു. അപ്പൊ അതാണ് അംസാലിൽ ലുഇൽ മക്നൂൻ, ഒളിപ്പിക്കപ്പെട്ട പവിഴം പോലെ, മുത്തുപോലെ അല്ലെ, സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെയുള്ള എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഹൂറികൾ മാത്രം പറയുന്നത് സൗജി പോലെ ഉപയോഗിക്കാതെ, അതായത് ഇത് ഇപ്പോ അജ്വാജും മുത്തഹറ എന്നുള്ളിടത്ത് പറയുന്നുണ്ട്. ഇണകൾ, പരിശുദ്ധകളായ ഇണകൾ എന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്വാഭാവികമായിട്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും പുരുഷന്മാരുടെ കാര്യം ആദ്യം പറയുകയും പിന്നെ സ്ത്രീകളെ പറയുകയും ചെയ്യുന്ന ഒരു രീതി വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് അത് പറഞ്ഞു വരുന്ന രീതി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത് മാത്രമേ ഉള്ളൂ എന്നൊന്നും അതിന് അർത്ഥമില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഇപ്പോ പഴങ്ങൾ പറഞ്ഞു, അതേസമയം വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂടെ നമുക്ക് ചോദിക്കാലോ. പച്ചക്കറികൾ പറഞ്ഞില്ല, പഴങ്ങൾ പറഞ്ഞു, പക്ഷിമാംസം പറഞ്ഞു, എന്നാ പിന്നെന്താ ബീഫ് പറയാതിരുന്നത്, നെയ്ച്ചോറ് പറയാഞ്ഞെന്ത്, ബിരിയാണി പറയാഞ്ഞെന്ത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോ ഇത് അള്ളാഹു വളരെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ അള്ളാഹു എണ്ണി പറഞ്ഞിരിക്കുന്നു. അത് അള്ളാഹുക്ക് മാത്രം അറിയുന്ന ചില യുക്തികളുടെ അടിസ്ഥാനത്തിലാണ്. ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ സ്വർഗമെന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെ വെച്ച് മാത്രം അളക്കേണ്ട ഒന്നല്ല. ആണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് ഇതില്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല. നമുക്ക് അവിടെ വിചാരിക്കുന്നതൊക്കെ ലഭിക്കും എന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ പുതുതായിട്ടൊന്നും നമുക്ക് പറയേണ്ടതില്ല. മനസ്സിലായോ? ഭക്ഷണത്തിന്റെ കാര്യത്തിലാവട്ടെ, മറ്റ് സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിലാവട്ടെ, വിചാരിക്കുന്നതൊക്കെ വലക്കും ഫീഹാ മാ തദ്ദഊൻ വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും. ഇപ്പൊ സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നത് എന്താണോ അത് അവിടെ ലഭിക്കും. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ വാദിക്കുന്നതും ഒക്കെ കിട്ടും. അതില് ആണുങ്ങൾക്ക് മാത്രം കിട്ടും എന്ന് പറയുന്നുണ്ടോ? ഇല്ല. വലക്കും, നിങ്ങൾക്ക്, പെണ്ണുങ്ങൾക്കും കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ അത് പറഞ്ഞു എന്നതുകൊണ്ട് വേറെ സ്ഥലത്ത് പറഞ്ഞതിനെ റദ്ദ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ എന്നും അതിനർത്ഥമില്ല കേട്ടാ. ചില കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. മൊത്തത്തിൽ മനുഷ്യരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവർ ആഗ്രഹിക്കുന്ന ചില സംഗതികളെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ. കംസാലല്ലോ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ജസാഅൻ പ്രതിഫലമായിക്കൊണ്ട്, ബിമാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായിക്കൊണ്ടാണ് ഇതൊക്കെ ലഭിക്കുക. ഇനി കൂടുതലായിട്ട് വേറൊരു സംഗതിയും കൂടെ അല്ലാഹ് പറയുന്നുണ്ട്. ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല, ഫിഹ അവിടെ സ്വർഗത്തില്, ലഗ്വൻ ഒരു വ്യർത്ഥമായ വചനം, ലഗ്വ് അല്ലെ, വ്യർത്ഥമായ പൊളിവചനം ഒന്നും അവരവിടെ കേൾക്കൂല. വലാ തഅസീമൻ, കുറ്റപ്പെടുത്തലുണ്ടാവൂല അവിടെ. പരസ്പരമുള്ള കുറ്റപ്പെടുത്തൽ നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ചില സംഗതികളാണ്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ, വെറുതെ ഇങ്ങനെ ചീത്ത കേൾക്കുക, വർത്തമാനം വെറുതെ ഇരുന്ന് വർത്താനം പറയാ അല്ലെ, ഒരു കാര്യമില്ലാതെ സമയം കൊല്ലേണ്ട ആവശ്യം അവിടെ ഇല്ല. ഓരോ നിമിഷവും സ്വർഗത്തില്, ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ചുകൊണ്ടേ കടന്നു പോകുന്നു എന്നുള്ളതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. അപ്പോ അങ്ങനത്തെ ഒരു ലഘുവായിട്ടുള്ള വ്യർത്ഥമായ വർത്തമാനങ്ങളോ
കുറ്റപ്പെടുത്തുന്ന വർത്തമാനങ്ങളോ ഇതൊന്നും അവിടെ കേൾക്കൂല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സമാധാനം സമാധാനം എന്ന പദമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കുകയില്ല. കാരണം സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ സമാധാനം ഉണ്ടാവും. രണ്ട്, റിളുവാനും മിനല്ലാഹ്, അള്ളാഹിന്റെ തൃപ്തി ഉണ്ടാവും, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവും. അതാണ് ഏറ്റവും വലുത്. സത്യവിശ്വാസികൾ അന്തിമമായിട്ട് ആഗ്രഹിക്കുന്ന അള്ളാഹിന്റെ തൃപ്തിയാണല്ലോ. ഇത് രണ്ടും ഉണ്ടാവും എന്നാ പറയുന്നത്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച്, ഇണകളെക്കുറിച്ച്, പഴങ്ങളെക്കുറിച്ച്, മാംസത്തെക്കുറിച്ച്, പാനീയങ്ങളെക്കുറിച്ച്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇപ്പോഴാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആവണം അല്ലെ? നമുക്ക് ഇപ്പോ പ്രധാനമുള്ള കാര്യങ്ങളെ കുറിച്ച് വെച്ചിട്ട് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഇപ്പോ പ്രധാനമുള്ള കാര്യങ്ങൾ അവിടെ പ്രധാനം ആവൂല. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സമാധാനം ഒരുക്കുന്നതാണ്. വാസ്തവത്തിൽ ആലോചിച്ച് മനുഷ്യന്മാര് ഭൂമിയിൽ എന്തിനാണ് പണം ആഗ്രഹിക്കുന്നത്? സമാധാനം ഉണ്ടാവാനാണ്. എന്തിനാണ് നല്ല വീടും നല്ല വാഹനവും നല്ല ഇണകളും ഒക്കെ ആഗ്രഹിക്കുന്നത്? എന്തിനാ? സമാധാനം ഉണ്ടാവണം അല്ലെ? മസ്കൻ എന്നല്ലേ വീടിനെ കുറിച്ച് പറഞ്ഞത്? എന്താ സക്കന എന്ന് പറഞ്ഞ അർത്ഥം? ശാന്തതയുള്ള സ്ഥലം എന്നാണ് മസ്കൻ. അപ്പൊ സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സലാം, സലാമൻ സലാമ, അതുണ്ടെങ്കിൽ പിന്നെ ബാക്കി, പിന്നെ പണം വേണ്ട, പിന്നെ ബാക്കിയൊന്നും വേണ്ട, സമാധാനം ഉണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു ഫീലിംഗ് ആണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ നിങ്ങളുടെ സ്വർഗം ഒരു വ്യഭിചാരശാലയാണ്, നിങ്ങളുടെ സ്വർഗം ഒരു മദ്യശാലയാണ്, നിങ്ങളുടെ സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് വളരെ പൊളി വ്യർത്ഥമായ കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം എന്താ? അത് ഭൂമിയിലെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഈ പറഞ്ഞ ആയത്തുകളെ വിലയിരുത്തുമ്പോഴാണ് അങ്ങനെയൊക്കെ തോന്നുക. പക്ഷെ അതിനപ്പുറത്തേക്കാണ് ഇതിന്റെ പിന്നെ യഥാർത്ഥ നിർവചനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഓക്കെ, ഒരിക്കൽ കൂടെ അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചിട്ട് നമുക്ക് പോവാം. അസ്സാബിഖൂൻ, അസ്സാബിഖൂൻ, മുമ്പന്മാര്, അവര് മുമ്പന്മാര് തന്നെയാണ്, മുൻകടന്നവര് തന്നെയാണ്. ഉലായിക്കൽ മുഖറബൂൻ, അവര് ദൈവസാമീപ്യം ലഭിച്ചവരാണ്. ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹീതമായ ആരാമങ്ങളിലാണ് അവര്, സ്വർഗീയ ആരാമങ്ങളില്. സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ നിന്നുള്ള ഒരു നല്ല സംഘം അവരുണ്ടാകും. ഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിലെ കുറച്ചു പേരുണ്ടാവും. അലാ സുറൂറിൻ മൗലൂന, സ്വർണ്ണനൂലുകൊണ്ട് മെടഞ്ഞ കട്ടിലുകളിൽ അവരുണ്ടാകും. മുത്തഖിഈന അലൈഹ, അവരതിൽ ചാരി ഇരിക്കുന്നവരാണ്. മുത്തഖാബിലീൻ, പരസ്പരം അഭിമുഖമായിരുന്നു കൊണ്ട് ചാരിയിരിക്കുന്നവരാണ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നിത്യ ബാലന്മാര് അവർക്ക് ചുറ്റും ചുറ്റിക്കറങ്ങും. ബി അക്വാബിൻ, കോപ്പകൾ കൊണ്ട്, വഅബാരിഖ, കൂജകൾ കൊണ്ട്, വകഅസിൻ മിൻ മഈൻ, ശുദ്ധജലം നിറച്ച കപ്പുകൾ കൊണ്ട് അവർക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, ആ പാനീയങ്ങളിൽ നിന്ന് അവർക്ക് തലവേദനയോ ലഹരിയോ ഉണ്ടാവുകയില്ല. വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർ തെരഞ്ഞെടുക്കുന്ന തരത്തിൽപ്പെട്ട പഴങ്ങൾ അവർക്ക് അവിടെ ലഭിക്കും. വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന പക്ഷി മാംസങ്ങൾ അവർക്ക് അവിടെ ലഭിക്കും. വഹൂറുൻ അഈൻ, നല്ല വെളുത്ത തരുണികളും. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട, സൂക്ഷിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയുള്ള തരുണികൾ. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിരിക്കും അത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ, അവിടെ അവർക്ക് പൊളിവചനങ്ങളോ കുറ്റപ്പെടുത്തലോ കേൾക്കേണ്ടി വരില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സമാധാനത്തിന്റെ വർത്തമാനം, സമാധാനം എന്ന വർത്തമാനമല്ലാതെ മറ്റൊന്നും അവർക്കവിടെ കേൾക്കേണ്ടി വരികയില്ല. സദഖല്ലാഹുൽ അലീം. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിശദീകരിച്ച രൂപത്തിലുള്ള ഈ സ്വർഗം, അതിലെ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന സാബിഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.